ഇപ്പം ലീഗ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെയൊക്കെ ഞങ്ങൾ ജയിച്ചല്ലോ, മുസ്ലിം വോട്ടിൽ മാത്രമേ നമ്മൾ ജയിച്ചത്. ഇവിടെ പിന്നെ മലപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലല്ലോ, മുസ്ലിം ലീഗ് മാത്രം ചെയ്തിട്ടാണോ ആ വോട്ടുകൾ കിട്ടിയത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കില്ല. എന്നുവെച്ചാൽ ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് ഞങ്ങൾ ആക്ഷേപിക്കുമ്പോൾ അത് ഈഴവ സമുദായത്തെക്കുറിച്ചല്ല എന്നുള്ള ബോധവും ഞങ്ങൾക്കുണ്ട്. ലീഗിനെ കുറിച്ച് പറയുമ്പോൾ പിന്നെ അത് മുസ്ലിം സമുദായത്തെക്കുറിച്ചല്ല എന്നുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട്. ലീഗിനെ മാത്രം ഒരു പൊളിറ്റിക്കൽ പാർട്ടി, മുനിസായി പറഞ്ഞ പോലെ ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് അവരെ എന്നുള്ളതുകൊണ്ട് അവർക്ക് വരുന്ന എല്ലാ പിന്നെ നന്മയും ഞങ്ങൾ ഏറ്റെടുക്കുക, അതുപോലെ തന്നെ തിന്മയും ഏറ്റെടുക്കുക. പക്ഷേ അത് സമുദായം അംഗീകരിച്ചോളന്നുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ലീഗിനെ പറഞ്ഞാൽ മുസ്ലിം സമുദായത്തെ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ്. പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹം നടത്തുന്ന വർഗീയ പരാമർശങ്ങൾ ഈഴവ സമുദായത്തിൻ്റെ അഡ്രസ്സിലല്ല, അല്ലെങ്കിൽ അത് ഒരിക്കലും അങ്ങനെയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും അതെ ഞാൻ പറയുന്നത്, ഈ എല്ലാ സ്ഥലത്തും ഈഴവ അടക്കമുള്ളവരുടെ വോട്ട് കിട്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതല്ലല്ലോ ഇവരൊക്കെ കേട്ടിട്ടുള്ളത്. ഞങ്ങളെ എല്ലാ വിഭാഗം ആളുകളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് ലീഗ് ജയിക്കുന്നത്. ലീഗ് ഒരു മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ലല്ലോ നിൽക്കുന്നത്. ലീഗ് ഒരു എല്ലാ മതവിഭാഗങ്ങളും മതത്തിൽ വിശ്വസിക്കാത്തവരൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ലീഗ് നിൽക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ 18,000 20,000 വോട്ടിനൊക്കെ ജയിക്കുമെന്ന് പറയുമ്പോൾ ഇത് പുറത്തുനിന്ന് ആൾ കൊണ്ടുവന്ന് ഇറങ്ങി വോട്ട് ചെയ്യുന്നതായിട്ടുണ്ടോ? അപ്പം സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നു എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടോ എന്നാണ് അദ്ദേഹം പരിശോധിക്കേണ്ടത്.